എൻജിനീയറിംഗ് മെഡിസിനും വേണ്ടേ വേണ്ട, വേറെ എന്തെങ്കിലും മേഖലകൾ അത് മതി, വയ്യ, താങ്ങാൻ വയ്യ, എല്ലാവരും പോകുന്ന കോഴ്സുകളല്ലേ? ഈ അർത്ഥത്തിലാണ് പലപ്പോഴും വിദ്യാർത്ഥികളുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. പാരൻസ് പറയുന്നതും അവരുടെ ഈ മക്കളുടെ ഒരു ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണ്. എൻജിനീയറിംഗ് മെഡിസിൻ ഒന്നും വേണ്ട, അതിലൊന്നും താല്പര്യമില്ല, അതൊക്കെ എല്ലാവരും എടുക്കുന്നതാണെന്നൊക്കെയാണ് അവർ പറയുന്നത്. എന്തെങ്കിലും വ്യത്യസ്തമായത് ചെയ്യുക എന്നുള്ള രീതിയിലാണ് ചർച്ചകൾ നടക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതിന് പിന്നിലുള്ള ഒരു കാരണം എന്താണെന്നറിയോ? ഒന്ന്, പൊതുവെ വിദ്യാർത്ഥികൾക്കൊരു എൻട്രൻസ് എക്സാം, കോമ്പറ്റേറ്റീവ് എക്സാം അതൊക്കെ എഴുതുക, അതിൻ്റെ ഒരു പ്രഷർ, അതിൻ്റെ ഒരു സ്ട്രെസ്സ്, അതിൽ പോകാൻ താല്പര്യമില്ല. ദെൻ കുറച്ചൊരു ഫ്രീ ആയിട്ട്, കുറച്ചൊരു കംഫർട്ടബിൾ ആയിട്ട് അവർക്ക് മുന്നോട്ട് പോകണം, കോഴ്സ് ചെയ്യണം, നല്ല കരിയർ ഉണ്ടാക്കണം, നല്ല ജോബ് കിട്ടണം, അത്യാവശ്യം മോശമല്ലാത്തൊരു സാലറി കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെയാണ് നല്ലത്? എൻജിനീയറിംഗ് മെഡിസിനും അല്ലാത്ത ഈ സോ കോൾഡ് പ്രൊഫഷണൽ എൻട്രൻസ് എക്സാം ഓറിയൻറ്റഡ് അല്ലാത്ത ലോങ് ടൈം പോവേണ്ടി വരുന്നതല്ലാത്ത എന്തൊക്കെയാണുള്ളത്? പൊതുവേ ലോങ് ടൈം ഒക്കെ പോവുക, കുറേ നാൾ പഠിക്കുക എന്നുള്ളതിനെ കുറിച്ച് വിദ്യാർത്ഥികൾക്കിടയിൽ ഒട്ടും താല്പര്യമില്ല എന്നുള്ളതാണ്. ദെൻ അതിൽ തന്നെ കുറച്ച് വളരെ സ്പെസിഫിക് ആയ ഒരു വിഭാഗം, അവർക്ക് ഹയർ സ്റ്റഡീസിന് പോകണം, ഉന്നത മേഖലകളിലെത്തണം, ഒരുപാട് പുതിയ പുതിയ മേഖലകൾ എക്സ്പ്ലോർ ചെയ്യണം, വിദേശത്തൊക്കെ പോയി പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുമുണ്ട്. അപ്പോൾ നമ്മുടെ ചോദ്യം ഇതാണ്, എൻജിനീയറിംഗ് മെഡിസിനും അല്ലാത്ത എന്തൊക്കെയുണ്ട് +2 കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് +2 സയൻസ് കഴിഞ്ഞാൽ? നോക്ക്, +2 സയൻസ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ജോലി കിട്ടുന്ന പ്രൊഫഷണൽ കോഴ്സുകൾ എടുക്കുമ്പോൾ ഒരു ഗ്രൂപ്പ് പാരാമെഡിക്കൽ അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സുകളാണ്. ഈ പാരാമെഡിക്കൽ കോഴ്സ് എന്ന് പറയുമ്പോൾ ഫാർമസി, നഴ്സിംഗ്, MLT, റേഡിയോളജി, മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി, റേഡിയോ തെറാപ്പി, കാർഡിയാക് വാസ്കുലർ ടെക്നോളജി, ദെൻ അതുപോലെ തന്നെ നമ്മൾ എമർജൻസി കെയർ ഒക്കെ പോലുള്ള പെട്ടെന്ന് ജോലി കിട്ടുന്നു എന്ന് വിശ്വസിക്കുന്ന കോഴ്സുകൾ, അത് റെസ്പിറേറ്ററി ടെക്നോളജി, അനസ്തേഷ്യ ആൻഡ് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി പോലുള്ള കോഴ്സുകൾ 4 കൊല്ലം കൊണ്ട് പഠിച്ച് ജോലി കയറാം, ഒരു സംശയമില്ല, രസകരമാണ്. എൻട്രൻസുകൾ ചിലയിടത്തില്ല, മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ മാർക്കില്ലാത്ത ആളുകൾ ആശങ്കപ്പെടേണ്ടതില്ല. നീറ്റ് എക്സാം എഴുതി കഴിഞ്ഞാൽ വലിയ റാങ്ക് ഒന്നും ഇല്ലെങ്കിലും ഉള്ള റാങ്ക് വെച്ചുകൊണ്ട് ദേശീയ തലത്തിൽ പ്രാധാന്യമുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ മെറിറ്റിൽ കയറാനും പറ്റും. രണ്ടും നടക്കും. അപ്പോൾ ഇതൊരു നല്ലതാണ്. പക്ഷേ ഈ കോഴ്സുകൾ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ? ഇതിൽ ഇപ്പം നല്ല മാർക്കുള്ള കുട്ടികളുണ്ടാവും, ഭയങ്കര സ്വപ്നങ്ങളൊക്കെ ഉള്ള രസകരമായ കരിയറൊക്കെ ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടാവും. പക്ഷേ അതേ സമയത്ത് അവർക്ക് ഈ എൻട്രൻസിൻ്റെ ഒരു സ്ട്രെസ് താങ്ങാനും വയ്യ എന്ന് ചിന്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പാരാമെഡിക്കലിൽ സ്കോപ്പുള്ള കുറേ സാധനങ്ങൾ, അതിലൊന്നാണ് ഫാർമസി. ഫാർമസി എന്ന് പറഞ്ഞൊരു ജോലി എന്നതിനപ്പുറത്തേക്ക് റിസർച്ചും ഹയർ സ്റ്റഡീസും മാനേജ്മെൻറ്റും ടെക്നോളജിയും ദെൻ അതുപോലെ ജനറ്റിക്സും ബയോടെക്നോളജിയൊക്കെ പോലുള്ള കുറേ ഓപ്ഷൻസിലേക്ക് പോവാം. MLT അതെ, അത് കേവലം ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന സാധനമൊന്നുമല്ല. ഇമ്മ്യൂണോളജി, വൈറോളജി, പാരസൈറ്റോളജി, അങ്ങനത്തെ കുറേ ഓപ്ഷൻസിലേക്ക് മാറാം. നഴ്സിംഗിൽ നിന്ന് ജനറ്റിക്സിലേക്ക് മാറാം. ദെൻ അങ്ങനെ നോക്കുമ്പോൾ പാരാമെഡിക്കൽ തന്നെ വീണ്ടും നമുക്ക് വകതിരിച്ച് ഒരു കാറ്റഗറൈസ് ചെയ്ത് ഡെവലപ്പിംഗ് കരിയേഴ്സിനോ നോൺ ഡെവലപ്പിംഗ് കരിയേഴ്സിനൊക്കെ നമുക്ക് വേർതിരിക്കാം. ചില വിദ്യാർത്ഥികളുണ്ട്, അവർക്ക് പെട്ടെന്ന് ജോലി കിട്ടണം, കുറേ നാൾ പഠിക്കണമെന്നൊന്നും ആഗ്രഹമൊന്നുമില്ല. അങ്ങനെയുള്ളവർക്ക് ഈ പാരാമെഡിക്കലിലെ മറ്റ് എമർജൻസിയും ദെൻ അതുപോലെ തന്നെ അനസ്തേഷ്യയും റെസിപ്രേറ്ററിയും കാർഡിയാക് വാസ്കുലറൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാം. ദെൻ ആ അർത്ഥത്തിൽ ഈ കോഴ്സുകൾ നമുക്ക് പരിഗണിക്കാവുന്നതാണ്. മറ്റൊന്ന്, അലൈഡ് ഹെൽത്ത് സയൻസിൽ വരുന്ന ഈ സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി, ഒക്യുപേഷൻ തെറാപ്പി, ഫിസിയോതെറാപ്പി, ഇങ്ങനത്തെ കോഴ്സുകളൊക്കെ ഉണ്ട്. ആ കോഴ്സുകളുടെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതൊരു പ്രാക്ടീസിങ് കരിയറാണ്. ഇപ്പോൾ ഹൈക്കോടതിയുടെ ഇടപെടലൊക്കെ വന്നിട്ട് വേണമെങ്കിൽ ഡോക്ടറിന് വെക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഫിസിയോതെറാപ്പിയുടെ മുമ്പിൽ. ദെൻ അതുപോലെ അതൊരു പ്രാക്ടീസിങ് കരിയറാണ്. മെഡിസിൻ കിട്ടാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ മെഡിക്കൽ എൻട്രൻസ് താല്പര്യമില്ലാത്ത, അതിൻ്റെ സ്ട്രെസ്സ് താങ്ങാൻ പറ്റാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഫിസിയോതെറാപ്പി നല്ലൊരു ഓപ്ഷനാണ്. ആ അർത്ഥത്തിൽ നമുക്കതിനെ കാണാം. ഇനി മറ്റൊരു ഗ്രൂപ്പ് ഏതാ? അലൈഡ് സയൻസ് പ്രോഗ്രാമുകളാണ്. അലൈഡ് സയൻസ് പ്രോഗ്രാമുകളുടെ ഒരു പ്രത്യേകത എന്താ? അത് അഗ്രികൾച്ചർ, ഫിഷറീസ്, വെറ്റിനറി, ഫോറസ്ട്രി, ഈ പ്രോഗ്രാമുകൾ പ്രൊഫഷണലാണ്. 4 കൊല്ലം കൊണ്ട് പഠിച്ച് തീർക്കാം. പ്ലസ് ആഡ് ഓൺ കോഴ്സുകൾ നല്ലത് ചെയ്ത് കഴിഞ്ഞാൽ ഗവൺമെൻറ് ജനറൽ ഓപ്പണിങ്സിലേക്ക് വരും. ദെൻ അതുപോലെ തന്നെ കുറച്ചൊരു പ്ലാൻ ചെയ്താൽ ഗവൺമെൻറ് ഓപ്പണിങ്സിലേക്കും വേണമെങ്കിൽ വരാം. അഗ്രികൾച്ചർ എടുത്ത് മാനേജ്മെൻറ്റിലേക്ക്, വെറ്റിനറി എടുത്ത് ജനറ്റിക്സിലേക്ക്, ദെൻ ഫിഷറീസ് എടുത്തിട്ട് അക്വാകൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട പ്രോസസ്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഏരിയകളിലേക്ക്, ഫോറസ്റ്റ് എടുത്തിട്ട് രസകരമായ മറ്റ് പല ഓപ്ഷനുകളിലേക്ക് നമുക്ക് മാറാവുന്നതാണ്. എന്നതുകൊണ്ട് ഈ 4 കോഴ്സുകളും ആ അർത്ഥത്തിൽ വൈവിധ്യങ്ങളുള്ളതാണ്. എന്നാൽ എൻട്രൻസ് എഴുതാതെ ഇത് പറ്റുമില്ല കേട്ടോ. പക്ഷെ മെഡിക്കലും എൻജിനീയറിംഗ് അല്ലാത്തൊരു ഓപ്ഷൻ
കുറേ അധികം പഠിക്കേണ്ടതില്ലാത്ത എന്ന് നോക്കുമ്പോൾ വ്യത്യസ്തമായ ഈ കോഴ്സുകൾ നമുക്ക് വ്യത്യസ്തമായ ഓപ്പൺ ആഡ് ഓൺസ് വെച്ചുകൊണ്ട് ഈ കോഴ്സുകൾ ചെയ്യാം. ഇനി പാരാമെഡിക്കൽ തന്നെ ഞാൻ പറയാൻ വിട്ടൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, പാരാമെഡിക്കൽ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പാരാമെഡിക്കൽ കോഴ്സുകളിൽ വളരെ സാച്ചുറേറ്റഡ് ആയ പ്രോഗ്രാംസ് ഉണ്ട്. ആ പ്രോഗ്രാംസ് എന്ന് വെച്ചാൽ പഠിച്ച് കഴിയുമ്പോഴത്തേക്കും ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതുപോലെ അലൈഡ് ഹെൽത്ത് സയൻസുമായിട്ട് ബന്ധപ്പെട്ട മേഖലകൾ പഠിച്ച് പിറ്റേ ദിവസം തന്നെ ജോലി കിട്ടുന്നതല്ല, അത് എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തുകൊണ്ട് കൂടിയാണ് ഡെവലപ്പ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കണം. ദെൻ ഇത് രണ്ടുമല്ലാത്ത, നമ്മൾ പാരാമെഡിക്കൽ പറഞ്ഞു, അലൈഡ് ഹെൽത്ത് സയൻസ് പറഞ്ഞു, അലൈഡ് സയൻസ് പറഞ്ഞു, ഇത് മൂന്നുമല്ലാത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഡിഗ്രി കോളേജുകളിൽ തന്നെ ചേർന്നിട്ട് ചെയ്യാൻ പറ്റുന്ന കുറേ കോഴ്സുകൾ. ഇപ്പോൾ ഈ പാരാമെഡിക്കലോ അലൈഡ് സയൻസോ അലൈഡ് ഹെൽത്ത് സയൻസോ കോഴ്സുകൾ സ്റ്റാൻഡ് അലോൺ ഇൻസ്റ്റിറ്റ്യൂട്ടുകളായിരിക്കും. അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സീരിയസ് ആയിരിക്കും. ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ ഉള്ളൊരു ക്യാമ്പസ് ഒന്നും ആയിരിക്കില്ല. ക്യാമ്പസ് ലൈഫ് ചിലപ്പോൾ ഭയങ്കരമായിട്ട് കിട്ടിക്കൊള്ളണമെന്നില്ല. പക്ഷേ ഹയർ സ്റ്റഡീസും റിസർച്ചും രസകരമായ വൈവിധ്യങ്ങളും പ്രതീക്ഷിക്കുന്നവർക്ക്, ആഗ്രഹിക്കുന്നവർക്ക് അത് നല്ലതാണ്. അതേ സമയത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഈ കോളേജിലൊക്കെ പോയി ഒന്ന് വൈബാക്കി, ഒരു കോളേജ് ലൈഫൊക്കെ ആസ്വദിച്ച്, ഒരു സോഷ്യൽ ലൈഫൊക്കെ കിട്ടി, ഒരു ക്യാമ്പസ് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആർട്സ് ഡേയും സ്പോർട്സ് ഡേയും ഒക്കെ വരുന്നത് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലാണ്. അപ്പോൾ ഈ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ സമാനമായ ഒരു സെമി പ്രൊഫഷണൽ എന്ന് പറയാൻ പറ്റുന്നതാണ് BCA, BSc കമ്പ്യൂട്ടർ സയൻസ്, ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സ്, ദെൻ ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി, ദെൻ മൈക്രോബയോളജി. ഇങ്ങനത്തെ കോഴ്സുകളൊക്കെ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ എടുക്കാവുന്നതാണ്. ഒരു സെമി പ്രൊഫഷണൽ എന്നൊക്കെ പറയാൻ പറ്റുന്ന കോഴ്സുകളാണ്. അതോടൊപ്പം ഒരു കോളേജ് ലൈഫ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഹയർ ഓപ്ഷൻസ് ഒരുപാട് ഉണ്ട് താനും. ഈ രീതിയിൽ ഡിഗ്രികൾ നമുക്ക് വേണമെങ്കിൽ പ്ലാൻ ചെയ്യാവുന്നതാണ്. മറ്റൊന്ന് ഡിഗ്രികൾ തന്നെയാണ്. ഡിഗ്രികളുടെ പ്രത്യേകത എന്താ? ഡിഗ്രികൾ പ്രത്യേകിച്ചൊരു ഡെവലപ്പിംഗ് ഡിഗ്രികൾ, ഉദാഹരണത്തിന് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ദെൻ സുവോളജി, ദെൻ ആ കൂട്ടത്തിൽ വേണമെങ്കിൽ മൈക്രോബയോളജിയും കൂടി ആഡ് ചെയ്യാം. ദെൻ സൈക്കോളജി പറയാം, ഇക്കണോമിക്സ് പറയാം, സോഷ്യോളജി പറയാം, ദെൻ BCom, BBA പറയാം. സെമി പ്രൊഫഷണൽ വരുന്നതാണ് BBA, BCom പറയാം. ഇങ്ങനത്തെ ഡിഗ്രികളൊക്കെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം കേട്ടോ. ഈ ഡിഗ്രികളിൽ നിന്ന് ഹയർ ഓപ്ഷൻസും മൾട്ടിപ്പിൾ ഓപ്ഷൻസും ഭയങ്കര കൂടുതലാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് കെമിസ്ട്രി പഠിച്ച ഒരാൾക്ക് വേണമെങ്കിൽ ഫുഡ് ടെക്നോളജിയിലേക്ക് മാറാം, കെമിസ്ട്രി പഠിച്ച ഒരാൾക്ക് പ്ലാസ്റ്റിക് ടെക്നോളജിയിലേക്ക് മാറാം, കെമിസ്ട്രി പഠിച്ച ഒരാൾക്ക് ജ്യൂട്ടും സിമെൻറ്റ് ടെക്നോളജിയും പോലുള്ള ഹയർ ഓപ്ഷൻസിലേക്ക് മാറാം. ബോട്ടണി പഠിച്ച ഒരാൾക്ക് വേണമെങ്കിൽ, ബോട്ടണിയുടെ ഒരു ലിമിറ്റഡ് ഓപ്ഷൻസ് ആണ്, പ്രധാനമായിട്ട് ടീച്ചിങ് ഓപ്ഷൻസും റിസർച്ചുമാണ് അതിനുണ്ടാവുക. അതേ സമയത്ത് പ്ലൈവുഡ് ടെക്നോളജി പോലുള്ള ഓപ്ഷൻസിലേക്കൊക്കെ വേണമെങ്കിൽ മാറാം. ചില പാരാമെഡിക്കൽ കോഴ്സുകൾ ഈ ബോട്ടണിയും സുവോളജിയും മൈക്രോബയോളജിയും പോലുള്ള ബയോളജിക്കൽ ഡിഗ്രി കഴിഞ്ഞിട്ടോ ജനറൽ സയൻസ് ഡിഗ്രി കഴിഞ്ഞിട്ടോ വേണമെങ്കിൽ പോവാം. മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഏറ്റവും കൂടുതൽ ഡൈവേഴ്സ് ഓപ്ഷൻസ് ഉള്ളത് സാധാരണ ഡിഗ്രികളിലാണ്. ഫിസിക്സ്, കെമിസ്ട്രി പോലെ അതെടുക്കുമ്പോഴും ശ്രദ്ധിക്കണം. ഇപ്പോൾ സുവോളജിയും ബോട്ടണിയും കമ്പയർ ചെയ്യുമ്പോൾ സുവോളജിക്കാണ് കൂടുതൽ ഓപ്പണിങ്സ് വരിക. അങ്ങനെ നോക്കുമ്പോൾ മൈക്രോബയോളജി അതിനേക്കാൾ കുറച്ചുകൂടി മുന്നിൽ വരും. ദെൻ ഇങ്ങനെ ഡിഗ്രികളെ വകതിരിച്ച് മനസ്സിലാക്കി ഹയർ ഓപ്ഷൻസ് സെറ്റ് ചെയ്ത് നേരത്തെ തന്നെ ഒരു കൃത്യമായ പ്ലാൻ ഉണ്ടാക്കിയാൽ രസകരമായ കരിയറുകൾ ഉണ്ടാക്കിയെടുക്കാം. ദെൻ അതിനേക്കാൾ അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതെല്ലാം പഠിച്ചാലും സയൻസ് പഠിച്ചാലും കൊമേഴ്സ് പഠിച്ചാലും ഹ്യൂമാനിറ്റീസ് പഠിച്ചാലും ഒരുപോലെ ചെയ്യാൻ പറ്റുന്ന കുറേ സാധനങ്ങളുണ്ട്. ഇപ്പോൾ LLB വേണമെങ്കിൽ ജനറലായിട്ട് ഓപ്പൺ ടു ഓൾ ആണ്. മാനേജ്മെൻറ്റ് സ്റ്റഡീസ് ഓപ്പൺ ടു ഓൾ ആണ്. ദെൻ അതുപോലെ തന്നെ ഹോട്ടൽ മാനേജ്മെൻറ്റ് ഓപ്പൺ ടു ഓൾ, അതേ സമയത്ത് പ്രൊഫഷണലുമാണ്. ദെൻ ട്രാവൽ ആൻഡ് ടൂറിസം പോലുള്ള ഏരിയകളിൽ ഇങ്ങനെ രസകരമാണ്. ഡിസൈനിങ് പോലുള്ള, ബാച്ചിലർ ഓഫ് ഡിസൈനിങ് പോലുള്ള ഏരിയകൾ, ആർക്കിടെക്ചർ മാത്രമാണ് അതിനൊരു അപവാദം. അത് നിങ്ങൾ ഡിസൈനിങ് ഓറിയൻറ്റഡ് ആണ്, പക്ഷേ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് പഠിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ നോക്കുമ്പോൾ എൻജിനീയറിങ്ങും മെഡിസിനും അല്ലാത്ത ഒരുപാട് രസകരമായ വൈവിധ്യങ്ങളിലേക്ക് എത്തുന്ന ഡെവലപ്പിംഗ് കരിയറുകളും പ്രൊഫഷണൽ കോഴ്സുകളും ദെൻ ജോബ് കിട്ടാൻ സാധ്യതയുള്ള, ഡിഗ്രി കഴിഞ്ഞ ഉടനെ ജോലി കിട്ടാൻ സാധ്യതയുള്ള കോഴ്സുകളുണ്ട്. ഇത്തരം കോഴ്സുകൾ കൃത്യമായി വകതിരിച്ച് മനസ്സിലാക്കിയിട്ട് വേണം പോകാൻ. മാത്രമല്ല ഇതിൽ ഏതാണ് എനിക്ക് ഏറ്റവും മികച്ചത് എന്ന് മനസ്സിലാക്കാൻ നിർബന്ധമായും നിങ്ങൾ നിങ്ങളുടെ സ്കിൽ ടെസ്റ്റുകളും ആപ്റ്റിറ്റ്യൂഡൊക്കെ ചെയ്യണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ കോഴ്സുകൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അപകടങ്ങളില്ലാതെ നമ്മൾ തലമുറയെയും വിദ്യാർത്ഥികളെയും രക്ഷിക്കാൻ കഴിയും. അങ്ങനെ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. കരിയർ ഗുരു, മോൾഡിംഗ് യുവർ ഫ്യൂച്ചർ.